ചേച്ചി ദമാമിന്റെ മണ്ണിൽ ആദ്യമായിട്ട് വരികയാണിന്ന്. ഇതൊരു ചരിത്ര നിമിഷമാണ്. അതുകൊണ്ടാണ് നമ്മൾ ഇച്ചിരി ഡിലേ ആയിട്ടുള്ളത്. So are you guys ready? This side. Are you guys ready? യെസ്, മലയാളത്തിന്റെ വാനം പാടി നമ്മുടെ സ്വന്തം ചിത്ര ചേച്ചി ദമാമിന്റെ മണ്ണിലേക്ക് ആദ്യമായിട്ട് വരികയാണ്. ഫോർ ദ വെരി ഫസ്റ്റ് ടൈം ചിത്ര ചേച്ചി is here in ദമാം. ദമാമിന്റെ ചരിത്ര താളുകളിൽ ഈ സുന്ദരമായിട്ടുള്ള നിമിഷം രേഖപ്പെടുത്തട്ടെ അല്ലേ? യെസ്, once again I welcome everybody to this wonderful evening. This is ER Events presents in association with Navayugam Samskarika Vedi, Rhythm Tunes of India, powered by Gulf Asian Medical Center, Santa Monica Tours and Travel, Study Abroad, Jai Masalas and Foods, Lulu Hypermarkets, Favorite Homes, Stublix and Elegant Art Interiors, Memory Gulf Contracting Company, Matrix Company, Nas Porta Cabin, Sona Gold Diamonds, Al Humaydan Company, Dar Asiha Medical Center, Malabar Gold Diamonds, Lala Star, Shrandi, Hyper Al Wafa, Nilamutum Restaurant, Teen, Akur, Regal Restaurant, Classic Restaurant, Next Advertising and our event partners, V Live and String Events. So once again, I welcome everybody to this wonderful evening. Yes, സംഗീതത്തിന് അതിരുകളില്ലാതെ, ഭാഷയുടെ കെട്ടുപാടുകളില്ലാതെ ഓരോ തലമുറയുടെയും സ്വപ്നങ്ങളിലേക്ക് സംഗീതം കൊണ്ട് കടന്നു ചെന്ന ഗായിക, ഇന്ത്യൻ ചലച്ചിത്ര സംഗീത ലോകത്തെ സമാനതകളില്ലാത്ത ഗായിക. Yes, ladies and gentlemen, it's my proud privilege to welcome the one and only Padma Shri, Padma Bhushan, Dr. K.S. Chitrama on stage. Woo! സൗദി അറേബ്യ ചിതറിക്കിടക്കുന്ന അറേബ്യൻ നാട്ടുരാജ്യങ്ങളെ 1932 സൗദി അറേബ്യ എന്ന ഒറ്റ നാരിൽ കോർത്ത് അബ്ദുൽ അസീസ് രാജാവ് സൃഷ്ടിച്ചത് ഒരൊറ്റ രാഷ്ട്രം ഒരേ ജനത എന്ന ഭാവാത്മക രാഷ്ട്രീയം. 1932 തുടങ്ങിയ കുതിപ്പിനിടയിൽ പിന്നെ ഒരു കിതപ്പ് മറിഞ്ഞിട്ടില്ലാത്ത സുസ്ഥിര പുരോഗതി സാധ്യമാക്കിയത് അബ്ദുൽ അസീസ് രാജാവിന്റെ കാലടിപ്പാടുകൾ പിന്തുടർന്ന പിൻഗാമികളാണ്. ലോകത്തെ ഏറ്റവും കൂടുതൽ വിദേശ ഇന്ത്യക്കാരുള്ള രാജ്യമായ സൗദി അറേബ്യയിൽ 20 ലക്ഷത്തിലധികം ഇന്ത്യക്കാരുണ്ട്. സൗദി അറേബ്യ സമസ്ത മേഖലകളിലും ആഗോള മാതൃക തീർക്കാൻ ഒരുങ്ങുമ്പോൾ കൈയുയർത്തി നമുക്ക് അഭിവാദ്യം ചെയ്യാം രാഷ്ട്രനായകരെ. വാണിജ്യ, സാംസ്കാരിക, സാമൂഹിക മേഖലകളിലൊക്കെ ഏറെ ഉന്നതിയിൽ നിൽക്കുന്ന ദമാമിന്റെ സാംസ്കാരിക രാഷ്ട്രീയ ഭൂമികയിൽ നിറസാന്നിധ്യമാണ് നവയുഗം സാംസ്കാരിക വേദി. കലാരംഗത്തും സാമൂഹ്യ രാഷ്ട്രീയ ഇടപെടലുകൾക്കും അപ്പുറം മാനവിക സ്നേഹത്തിന്റെയും കൂട്ടായ്മയുടെയും പരസ്പര സഹായത്തിന്റെയും ഒക്കെ ആസ്ഥാനം കൂടിയാണ് നവയുഗം സാംസ്കാരിക വേദി. ദമാമിന്റെ ചരിത്രത്തിലെ തന്നെ ഏറ്റവും വലിയ സാംസ്കാരിക സംഗമത്തിനാണ്, സംഗീത മഹോത്സവത്തിനാണ് ഇന്ന് ഈ വേദി സാക്ഷ്യം വഹിക്കുന്നത്. റിതം ട്യൂൺസ് ഓഫ് ഇന്ത്യ പരിപാടിയിൽ പങ്കെടുക്കാനെത്തിയ എല്ലാവർക്കും സ്വാഗതം. ഇന്ത്യൻ ചലച്ചിത്ര സംഗീത വിഹായസിലെ ജ്വലിക്കുന്ന നക്ഷത്രം, സംഗീത പ്രേമികളുടെ ഹൃദയ തന്ത്രികളിൽ സ്വരമഴയായി പെയ്തിറങ്ങുന്ന മാസ്മരിക സംഗീതം, പത്മഭൂഷൺ ശ്രീമതി K.S. ചിത്ര. ലോക ചലച്ചിത്ര സംഗീത വിഹായസിന് കേരളം സംഭാവന ചെയ്ത അത്ഭുത പ്രതിഭ. ഈ സ്വരമാധുരി ഭാഷയുടെയും ദേശങ്ങളുടെയും അതിർവരമ്പുകൾ കടന്ന്
ഇന്ത്യൻ സംഗീത വിഹായസിൽ നിറസാന്നിധ്യമാകാൻ തുടങ്ങിയിട്ട് 5 പതിറ്റാണ്ടോളമാകുന്നു. മലയാള ഗാനശാഖയിലെ എല്ലാ അതുല്യ സംഗീതജ്ഞർക്ക് വേണ്ടിയും ആയിരക്കണക്കായ മനോഹര ഗാനങ്ങൾ പാടിക്കഴിഞ്ഞ KS ചിത്ര, ഇളയരാജ, AR റഹ്മാൻ തുടങ്ങി ഇന്ത്യൻ സംഗീതത്തിന്റെ കുലപതികൾക്കൊക്കെ വേണ്ടിയും നൂറുകണക്കായ സൂപ്പർ ഹിറ്റ് ഗാനങ്ങൾ ഇതിനോടകം പാടി ഭാരത സർക്കാരിന്റെ പരമോന്നത ബഹുമതികളായ പത്മശ്രീ, പത്മഭൂഷൺ എന്നിവ നേടിയ ചിത്ര വിവിധ ഭാഷകളിലായി 36 സംസ്ഥാന അവാർഡുകളും കരസ്ഥമാക്കി. ഇത്രയേറെ പുരസ്കാരങ്ങൾ കരസ്ഥമാക്കിയ ഒരേ ഒരു ഇന്ത്യൻ ഗായികയും KS ചിത്ര തന്നെ. എത്രയെത്ര മധുര ഗാനങ്ങളാണ് KS ചിത്ര നമുക്കായി സമ്മാനിച്ചത്. ഗായിക എന്നതിലപ്പുറം അകാലത്തിൽ പൊലിഞ്ഞ മകൾ നന്ദനയുടെ പേരിൽ ആരംഭിച്ച സ്നേഹനന്ദന ട്രസ്റ്റിലൂടെ എത്രയോ നിരാലംബർക്ക് താങ്ങും തണലുമായി മാറാനും ചിത്രയ്ക്ക് കഴിയുന്നുണ്ട്. നവയുഗം സാംസ്കാരിക വേദിക്കും വി ലൈവ് ഇവന്റ്സിനും ER ഇവന്റ്സിനുമൊക്കെ ഇത് അഭിമാന നിമിഷം. 4 പതിറ്റാണ്ടിലേറെയായി ആലാപന സൗന്ദര്യത്തിലൂടെ നൂറുകണക്കായ അനശ്വര ഗാനങ്ങളിലൂടെ സംഗീത പ്രേമികളുടെ ഹൃദയങ്ങളിൽ സ്നേഹസാന്ത്വനമായി സ്വരമഴയായി പെയ്ത് നിറയുന്ന മലയാളത്തിന്റെ വാനമ്പാടി ചിത്രാമ്മയെ, പത്മഭൂഷൺ KS ചിത്രയെ, നമ്മുടെ സ്വന്തം ചിത്ര ചേച്ചിയെ ദമാമിന്റെ സാംസ്കാരിക ഭൂമികയിലേക്ക്, റിതം ട്യൂൺസ് ഓഫ് ഇന്ത്യ എന്ന മഹാസംഗീത മഹോത്സവത്തിലേക്ക് സ്നേഹാദരങ്ങളോടെ, ഹർഷാരവങ്ങളോടെ സ്വാഗതം ചെയ്യാം. KS ചിത്ര. ആദ്യം തന്നെ എല്ലാവർക്കും എൻ്റെ നമസ്കാരം. വ്രതശുദ്ധിയുടെ പുണ്യഭൂമിയായിട്ടുള്ള സൗദി അറേബ്യയിൽ വരാൻ സാധിക്കുമെന്ന് വിചാരിച്ചിട്ടില്ല. 2019 ആദ്യമായിട്ട് റിയാദിൽ വരാനുള്ളൊരു ഭാഗ്യമുണ്ടായി. ഇപ്പോൾ ആദ്യമായിട്ട് ദമാമിലും വന്നു. നിങ്ങളെല്ലാവരെയും കാണാൻ സാധിച്ചതിൽ ഒരുപാട് സന്തോഷം. ഈ ഒരു വരവിന് വേണ്ടിയിട്ട് ഞങ്ങളെ ഇവിടെ ക്ഷണിച്ച നവയുഗം സാംസ്കാരിക വേദിയുടെ എല്ലാ മെമ്പേഴ്സിനും നന്ദി പറയുന്നു. സ്പെഷ്യലായിട്ട് ദിലീപിനോട് നന്ദി അറിയിക്കുന്നു. അതുപോലെ ഞങ്ങളുടെ ഇങ്ങോട്ടേക്കുള്ള വിസ എല്ലാവർക്കും അറിയാമല്ലോ, ഭയങ്കര ഒരു ബുദ്ധിമുട്ടുള്ളൊരു പ്രോസസ്സായിരുന്നു. അതിനുവേണ്ടി മുൻകൈ എടുത്ത അഫ്സൽ, റിയാദ് എന്നുള്ള അഫ്സലിനും ഒരു താങ്ക് യു പറയുന്നു. പിന്നെ ഞാനിവിടെ വരാനായിട്ട് എന്നെ ഇങ്ങോട്ടേക്ക് ക്ഷണിച്ച് കൊണ്ടുവന്നത്, വരാനൊരു കാരണക്കാരനായത് ജ്യോതി വെള്ളല്ലൂരാണ്. ജ്യോതിക്ക് നന്ദി മാത്രമല്ല, ഒരു അഭിനന്ദനവും കൂടെ അറിയിക്കുകയാണ്. കാരണം ജ്യോതി മീഡിയ ഇൻഡസ്ട്രിയിൽ വന്നിട്ട് 25ാമത്തെ വർഷമാണിത്. കൈരളി TVയിലും അങ്ങനെ ഒരുപാട്, പിന്നെ GCCയിൽ ജ്യോതിയുടെ 25ാമത്തെ പ്രോഗ്രാമും കൂടിയാണിത്. അപ്പം അതിൻ്റെ ഒരു ഹൃദയം നിറഞ്ഞ സന്തോഷം ഞങ്ങളുടെ എല്ലാവരുടെയും പേരിൽ ജ്യോതിക്ക് ഞങ്ങളുടെ അഭിനന്ദനങ്ങൾ അറിയിക്കുന്നു. ഇനി ഒരുപാട് ജ്യോതിക്ക് ചെയ്യാൻ സാധിക്കട്ടെ, ദൈവത്തിൻ്റെ അനുഗ്രഹം ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. അപ്പോൾ ഒരു ഡിവോഷണൽ പാട്ട് പാടി തുടങ്ങട്ടെ. നിങ്ങളെല്ലാവരും ഇങ്ങനെ തണുത്തിരിക്കരുത്. ദയവ് ഇത് നിങ്ങളെല്ലാവരും ഒന്ന് കൈയടിച്ച് പ്രോത്സാഹിപ്പിച്ചാൽ ഞങ്ങൾക്കും പാടാനുള്ളൊരു ഊർജ്ജം ഉണ്ടാവുള്ളൂ. ഞങ്ങളുടെ ഭാഗത്തുനിന്ന് പ്രിപ്പറേഷൻസ് ഒക്കെ ചെയ്തിട്ടാണ് വന്നിരിക്കുന്നത്. ഇതൊരു മൾട്ടി ലിംഗ്വൽ ആയിട്ടുള്ള കുറച്ച് തമിഴ്, തെലുങ്ക് ഒക്കെ പാടുന്നുണ്ട്, ഹിന്ദി ഒക്കെ പാടുന്നുണ്ട്. അപ്പോൾ എല്ലാ പാട്ടുകൾക്കും നിങ്ങളുടെ എല്ലാവരുടെയും കൈയടിയും പ്രോത്സാഹനവും ഉണ്ടാകണമെന്ന് ആദ്യം തന്നെ അഭ്യർത്ഥിക്കുകയാണ്. ഒരു ഡിവോഷണൽ സോങ് ആയിട്ട് തുടങ്ങാം. മസ്ജിദുൽ ഹറമിന്റെ പടിവാതിലിൽ ഒരു ദിവസം പോകും. എൻ്റെ മലിക്കുൽ ജബ്ബാറിന്റെ തിരുമുമ്പിൽ ഒരിക്കൽ വീണു നമസ്കരിക്കും. ഞാൻ കേളുതുവായിരിക്കും. മസ്ജിദുൽ ഹറമിന്റെ പടിവാതിലിൽ ഒരു ദിവസം
മാപ്പിള പാട്ടുകൾ, മാപ്പിള ഡിവോഷണൽ സോങ്സ്, അതുപോലെ തന്നെ കുറേ അധികം ആൽബം സോങ്സ്, ഇതൊക്കെ മലയാളിക്ക് തന്നിട്ടുള്ള the one and only Afzal Ismail onto the stage, ladies and gentlemen. ഒരു ഗംഭീര കൈയ്യടിയോടുകൂടി ഞാൻ അഫ്സലിനെ വേദിയിലേക്ക് invite ചെയ്യുകയാണ്. With an amazing song. இதயம் வரை நலைகிறதே உலா போகும் மேகம் கன காணுமே விழ காணுமே வானமே இளைய நிலா பொழிகிறதே இதயம் வரை நலைகிறதே உலா போகும் மேகம் கன காணுமே விழ காணுமே வானமே இளைய நிலா பொழிகிறதே இதயம் வரை நனைகிறதே வரும் வழியில் பனிமழையில் பருவநிலா தினம் நனையும் முகிலெடுத்து முகம் துடைத்து பிடியும் வரை நடைபழகும் வரும் வழியில் பனிமழையில் பருவநிலா தினம் நனையும் முகிலெடுத்து முகம் துடைத்து பிடியும் வரை நடைபழகும் வானவீதியில் மேக ஊர்வலம் காணும் போதிலே ஆறுதல் தரும் பருவமகள் விழிகளிலே கனவு வரும் இளைய நிலா பொழிகிறது குல போகும் மேகம் கன காணுமே விழ காணுமே வானமே இளைய நிலா பொழிகிறது முகிலிடங்கள் அலைகிறதே முகவரிகள் தொலைவரோ முகவரிகள் தவறியதால் கழுதிடுமோ அது மழையோ முகிலிடங்கள் അലകിരലേ. യെസ്, സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോംസിലൊക്കെ തന്നെ തിളങ്ങി നിൽക്കുന്ന, നിറഞ്ഞു നിൽക്കുന്ന ടെലിവിഷൻ റിയാലിറ്റി ഷോസിലൂടെ, എസ്പെഷ്യലി സൂര്യ സിംഗറിലൂടെ വേദികളിലെത്തി ഇന്ന് ഒട്ടനവധി പ്രോഗ്രാംസും കോൺസേർട്ടും ഒക്കെ ചെയ്തുകൊണ്ട് ഇങ്ങനെ നിറഞ്ഞു നിൽക്കുന്ന ഒരു താരമാണ് ഇനി നമ്മുടെ കൂടെ വേദിയിൽ ജോയിൻ ചെയ്യാനായിട്ട് പോകുന്നത്. ആൻഡ് ഈ അടുത്ത് റിലീസ് ചെയ്തിട്ടുള്ള ബെറോസ് എന്ന മൂവിയില് ഒരു പാട്ട് കൂടി പാടിയിട്ടുണ്ട്. ആ പാട്ടിന്റെ ഫ്യൂ ലൈൻസ് നമുക്കൊന്ന് പാടിക്കാം എന്തായാലും in between. All good. Now I would like to welcome playback singer the one and only Anamika onto the stage. Ladies and gentlemen, ഒരു ഉഗ്രൻ കൈയ്യടി കൊടുത്തുകൊണ്ട്, മനസ്സ് നിറഞ്ഞ സ്നേഹം കൊടുത്തുകൊണ്ട് നമുക്ക് അനാമിക കുട്ടിയെ വേദിയിലേക്ക് ഇൻവൈറ്റ് ചെയ്യാം. എനിക്കിപ്പോഴും കുട്ടി തന്നെയാണ് കേട്ടോ, കാരണം ഞാൻ സൂര്യ സിംഗർ കണ്ടുകൊണ്ടിരുന്ന സമയത്ത് കുഞ്ഞായിരുന്നു. ഇപ്പൊ ഇച്ചിരി ഒന്ന് വളർന്നു എന്ന് മാത്രം, കുറച്ച്. ഓക്കെ, എന്തായാലും ഒത്തിരി സന്തോഷം. യു ഗൈസ് റിലാക്സ് ആൻഡ് എൻജോയ് ദ മ്യൂസിക്. താങ്ക് യു സോ മച്ച്. ഓക്കെ, നമസ്കാരം. ഒരുപാട് സന്തോഷം. ദിസ് ഇസ് മൈ ഫസ്റ്റ് ടൈം ഇൻ സൗദി ആൻഡ് ദമാമിലെ ലൈഫ് പാർക്കിൽ ഇന്ന് റിതം എന്ന് പറയുന്ന ഈ പ്രോഗ്രാം നമ്മുടെ സ്വന്തം ചിത്രാമ്മനെ സെലിബ്രേറ്റ് ചെയ്യുന്ന ഈ ഒരു വേദിയിൽ അഫ്സൽ സാറിനോടൊപ്പം ശ്രീരാഗ് ആൻഡ് ദിസ് അമേസിംഗ് ടീമിനോടൊപ്പം ഒരു ഭാഗമാകാൻ സാധിച്ചത് ഒരുപാട് സന്തോഷം. താങ്ക് യു ചിത്രാമ്മ ഫോർ മേക്കിംഗ് മീ എ പാർട്ട് ഓഫ് ദിസ് വണ്ടർഫുൾ ഈവന്റ് ടുഡേ. ആൻഡ് നവയുഗം സാംസ്കാരിക വേദിയിലെ എല്ലാവർക്കും, ഓൾസോ ജ്യോതി ചേട്ടനും നന്ദി പറയുന്നു.
സോ ഞാൻ ആദ്യം പാടുന്നത് ഒരു മലയാളം സോങ് ആണ്. മണ്ണിന്റെ മണമുള്ള പാട്ട് എന്ന് പറയാൻ പറ്റുന്ന ഒരു എല്ലാവർക്കും ഇഷ്ടമുള്ള ഒരു പാട്ടാണ്. സോ ഹോപ്പ് യു എൻജോയ്. കൂടെ പാടോ? അയ്യോ ഒരു എനർജി ഇല്ല. കൂടില്ലേ? റെഡി അല്ലേ? ഓക്കെ, താങ്ക് യു സോ മച്ച്. Listen, children. Okay. MG ശ്രീകുമാറാണോ പാടുന്നത്, SPB സാറാണോ പാടുന്നത് എന്നൊക്കെ ഇടയ്ക്കിടയ്ക്ക് നമുക്ക് ഇങ്ങനെ ഡൗട്ട് തോന്നിക്കൊണ്ടിരിക്കും. അങ്ങനെ വ്യത്യസ്തമാർന്ന ഒരു ശബ്ദത്തിനുടമ ഈ ജനപ്രിയനെ ഞാൻ വേദിയിലേക്ക് ഇൻവൈറ്റ് ചെയ്തോട്ടെ. എവരിബഡി, യെസ്, പോപ്പുലർ കണ്ടസ്റ്റന്റ് എന്ന കാറ്റഗറിയിൽ തിളങ്ങിയിട്ടുള്ള the one and only ശ്രീരാഗ് ഭരതനാട്യം ഗംഭീര കൈഡി കൊടുത്തുകൊണ്ട് ശ്രീരാഗിനെ ഞാൻ വേദിയിലേക്ക് ഇൻവൈറ്റ് ചെയ്യാൻ. ആക്ച്വലി ശ്രീരാഗിന് അത്രമാത്രം ഫാൻസ് ആണ് ഗൈസ്. ഇപ്പൊ ശ്രീരാഗിനെ നമ്മൾ മെൻഷൻ ചെയ്യണമെങ്കിലൊക്കെ ശ്രീരാഗ് എന്ന് സെർച്ച് ചെയ്യുന്ന സമയത്ത് ശ്രീരാഗ് ഫാൻ പേജ് 1, 2 പിന്നെ എന്തൊക്കെയോ പേരില് ശരിക്കും എത്ര ഫാൻ പേജസ് ഉണ്ട്? ഏതായാലും അതിമനോഹരമായിട്ടുള്ള മലയാളത്തിന്റെ ഒരു എവർഗ്രീൻ സോങ് ആണ് നമുക്ക് വേണ്ടി ഇപ്പൊ പാടുന്നത്. യെസ്, ഹോപ്പ് യു ലൈക്ക് ദിസ്. എന്തോ ഒരു ടെക്നിക്കൽ സംഭവം പറ്റി. അപ്പൊ ഞാനൊരു കാര്യം കൂടെ പറയാം. അതായത് ഞാൻ സ്റ്റാർ സിംഗർ കഴിഞ്ഞിട്ട് ആദ്യമായിട്ട് നാടിന് പുറത്ത് ഷോ ചെയ്യുന്നത് ഈ സ്റ്റേജിലാണ്. അതായത് ഈ അപ്പോൾ അവിടെ ഒരു വർഷം ഏകദേശം ഈ സമയത്ത് തന്നെയാണ്. ഇപ്പോൾ ഒരു വർഷം കഴിഞ്ഞിട്ട് ചിത്രചേച്ചിയുടെ കൂടെ വീണ്ടും ഇവിടെ വരാൻ സാധിച്ചതിൽ ഒരുപാട് സന്തോഷം. എല്ലാവരെയും കാണാൻ സാധിച്ചതിൽ സന്തോഷം. നമുക്ക് ഒന്നും കൂടെ ഫ്രഷ് ആയിട്ട് വീണ്ടും തുടങ്ങാം. Adile
സലാം സലാം മുഹമ്മദ് സലാം സലാം യാ അല്ലാ യാ അല്ലാ യാ അല്ലാ യാ അല്ലാ യാ അല്ലാ യാ അല്ലാ ദിൽ ദിൽ കഫി മലിക് അൽ മുബാരക് സലാം സലാം യാ അല്ലാ യാ അല്ലാ യാ അല്ലാ യാ അല്ലാ യാ അല്ലാ യാ അല്ലാ സലാം സലാം ദിൽ മുഹമ്മദ് സലാം സലാം യാ അല്ലാ യാ അല്ലാ യാ അല്ലാ യാ അല്ലാ യാ അല്ലാ യാ അല്ലാ ദിൽ ദിൽ കഫി മലിക് അൽ മുബാരക് സലാം സലാം
പെൺകിളി കൈ തുടി താളം തട്ടി പകമേളമിട്ട് നിറപ്പൊന്നും കെട്ടി വാ പെൺകിളി കൈ മരകളിരണതനായി നാളെ നിനക്കാളായി മുന്നിനൊരാണ് വരും ഇനി എന്തിരിയ കണക്കണ്ണിൽ തോന്നുലയണ തൂമിരിയ നിറമലരിലെ മധുരമെല്ലാം ചുണ്ടമല്ലേ കൈ തുടി താളം തട്ടി പകമേളമിട്ട് നിറപ്പൊന്നും കെട്ടി വാ പെൺകിളി കൈ മരക്കൊമ്പിലൊരു തൈ മണിക്കൂടും കെട്ടി മലർന്നും കൊണ്ടേ വാ ആൺകിളിയോ പൊന്നും കെട്ടി വാ പെൺകിളി കൈ മരക്കൊമ്പിലൊരു തൈ മണിക്കൂടും കെട്ടി മലർന്നും കൊണ്ടേ വാ ആൺകിളിയോ சிறு பேதை நானோ உன் பேரும் என் பேரும் தெரியாமலே உள்ளங்கள் இடமாறும் ஏனோ வாய் பேசவே வாய்ப்பில்லையே வழி தீர வழி என்னவோ கண்ணை ஏற்றோட காதலே என் கண்களை பறித்து கொண்ட ஆளான ஒரு செய்தி அறியாமலே அலைபாயும் சிறு பேதையானோ உன் பேரும் என் பேரும் தெரியாமலே உள்ளங்கள் இடமாறும் ஏனோ வாய் பேசவே வாய்ப்பில்லையே வழி தீர வழி என்னவோ ഈ നിമിഷം everybody
Yes, it's truly deserves a standing ovation. Everybody, please. നമുക്ക് എല്ലാവർക്കും ഒന്ന് എഴുന്നേറ്റ് നിൽക്കാമോ? Everybody, please. ഇത് ധന്യമാണ് കുറിച്ച്. മൃദംഗം ഹരി, കവി ശശി, ഡ്രംസ് രഞ്ജു, ജതി ഇവർക്കൊരു സ്റ്റാൻഡിംഗ് ഓവേഷൻ കൊടുക്കാറുണ്ട്. Today